ഹാജർ ഒരു അടിമ സ്ത്രീയായിരുന്നു. അടിമ സ്ത്രീ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈജിപ്ഷ്യൻ അടിമ സ്ത്രീ ആയിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർക്ക്, കറുത്ത തൊലി നിറമുള്ളവർക്ക്, അടിമ സ്ത്രീകൾക്ക് ഇസ്രായേലിയരുടെ കണ്ണിൽ, ബനു ഇസ്രായേലിയരുടെ കണ്ണിൽ അവരുടെ വംശമേധാവിത്വ ചിന്തകൾ കൊണ്ടുള്ള ഒരു അധമ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജറിനെ ചരിത്രത്തിൻ്റെ ഓരത്താണ് ബൈബിൾ എപ്പോഴും നിർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിന്ദയോടുകൂടിയാണ് ബൈബിൾ ഹാജറിനെ നോക്കിക്കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജീവിതത്തിലേക്ക് ഹാജർ കടന്നു വന്നത് എങ്ങനെയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയായിരുന്നു. അവർക്ക് ദീർഘകാലമായി സന്താനങ്ങളൊന്നുമില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരുടെ എതിർപ്പുകൾ തീക്ഷ്ണമായപ്പോൾ, ആ പ്രദേശത്തെ രാജാവിൻ്റെ പീഡനങ്ങൾ ശക്തമായപ്പോൾ, അവിടെ അദ്ദേഹത്തിൻ്റെ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറയെയും കൂട്ടി ഫിലസ്തീനിലേക്ക് പോകുന്നു. അവിടെ താമസമാക്കാൻ വേണ്ടി പോകുന്നു. ഫിലസ്തീനിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം ഈജിപ്തിൽ വെച്ച് മർദ്ദകനായ ഒരു ഭരണാധികാരിയുടെ, ഒരു രാജാവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നു. ഈജിപ്തിൽ ഈ മർദ്ദകനായ ഭരണാധികാരി സാറയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവരെ ബലാത്കാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സുന്ദരിയായ സാറയെ കണ്ട സമയത്ത് രാജാവിന് അവരിൽ ആഗ്രഹം തോന്നുകയും രാജാവ് അവരെ കയ്യേറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ സാറയുടെ പ്രാർത്ഥന കൊണ്ട് രാജാവിൻ്റെ കൈ കുഴഞ്ഞു പോകുന്നു. അദ്ദേഹത്തിന് കൈ അനക്കാൻ കഴിയാതാകുന്നു. സാറയെ കയറി പിടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് സാറയോട് എൻ്റെ കൈ പഴയ നിലയിലാക്കാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് കേണപേക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും നിന്നെ ആക്രമിക്കുകയില്ല എന്ന് പറയുന്നു. സാറ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാജാവിൻ്റെ കൈ പഴയ നിലയിൽ തന്നെയായി മാറുന്നു. എന്നാൽ വീണ്ടും അയാൾ ആ കൈ ഉപയോഗിച്ചുകൊണ്ട് സാറയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും സാറയുടെ പ്രാർത്ഥനയുടെ ഫലമായി രാജാവിൻ്റെ കൈ പഴയതുപോലെ തന്നെ ഫ്രോസൺ ആകുന്നു. അത് അനക്കാൻ കഴിയാതാകുന്നു, കെട്ടിയിടപ്പെട്ട പോലെ ആകുന്നു. വീണ്ടും രാജാവ് സാറയോട് അള്ളാഹുവിനോട് അയാളുടെ കൈ സ്വതന്ത്രമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഒരിക്കലും ആ കൈ കൊണ്ട് നിന്നെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നു. വീണ്ടും സാറ പ്രാർത്ഥിക്കുന്നു. രാജാവിൻ്റെ കൈ പഴയ നിലയിലാകുന്നു. പക്ഷെ അയാൾ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സാറ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. രാജാവിൻ്റെ കൈ ഈ രീതിയിൽ തന്നെയാകുന്നു. മൂന്നാമതും രാജാവ് സാറയോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. സാറ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ കൈ പഴയ നിലയിലാകുന്നു. അയാൾ ഇത് ഒരു പിശാചാണ് എന്ന് പറയുകയും ഇവളെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും, എന്താണ് സംഭവിക്കുന്നത്, അവളെ തൊടാൻ ശ്രമിക്കുമ്പോഴേക്ക് എൻ്റെ കൈ ഇങ്ങനെയാകുന്നു എന്ന് പരിതപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സാറയെ ആ സദസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി രാജാവ് ശ്രമിക്കുകയും സാറ പോകുന്ന സമയത്ത് അവരിൽ നിന്ന് കൂടുതൽ തനിക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്ന രീതിയിൽ സാറയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ സാറയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തതിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ അസന്നിഗ്ധമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചരിത്ര സംഭവമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് ഒരു അടിമ സ്ത്രീയായി സാറയ്ക്ക് കിട്ടിയ ആളാണ്, ഒരു ഈജിപ്ഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ ബൈബിൾ നിന്ദയോടുകൂടിയാണ് ഹാജറിനെ നോക്കിക്കാണുന്നത്. ഹാജറിനെ സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമ്മാനമായി നൽകുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരിൽ സന്താനം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സന്താനമാണ് ഇസ്മായിൽ. ഇവിടെ ഇസ്മായിൽ ഈ അടിമ സ്ത്രീയായിരുന്ന ഹാജറിൻ്റെ മകളാണ് എന്നതുകൊണ്ട് തൊലി നിറം കറുപ്പായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ആഫ്രിക്കക്കാരിയായ ഒരു സ്ത്രീയുടെ മകനാണ് എന്നതുകൊണ്ട് ബൈബിൾ ചരിത്രത്തിൻ്റെ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് അവർ ബഹിഷ്കരിക്കപ്പെടുന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഈ സെമിറ്റിക് വംശത്തെക്കുറിച്ചുള്ള വംശീയമായ അഹങ്കാരം എന്നതുപോലെ തന്നെ ഇസ്രായേൽ വംശത്തെക്കുറിച്ചുള്ള വംശീയമായ അഹങ്കാരവും ഇതേപോലെ തന്നെ ബൈബിൾ എഴുത്തുകാരെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികൾ യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിയരുടെ സഹോദരങ്ങളാണ്. പക്ഷേ അവരെക്കുറിച്ച് വളരെ ചെറിയ ചില പരാമർശങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനമായിരുന്ന കേദാറിൻ്റെ സന്തതി പരമ്പരകൾ അറേബ്യൻ മരുഭൂമിയിൽ വ്യാപിച്ചതിനെക്കുറിച്ചുള്ള ചെറിയ സ്ട്രേ റെഫറൻസ് എന്നൊക്കെ പറയാവുന്ന ഒന്നോ രണ്ടോ മെൻഷനുകൾ ഒഴിച്ചു നിർത്തിയാൽ, അല്ലെങ്കിൽ പാറാൻ മരുഭൂമിയിൽ ഇസ്മായിൽ പാർത്തതിനെക്കുറിച്ച് സന്തതി പരമ്പരകളെക്കുറിച്ചുള്ള ഒരു പരാമർശം ഒഴിച്ചു നിർത്തിയാൽ, ഇത് അടിസ്ഥാനപരമായി ബനു ഇസ്രായേൽ സമൂഹത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ബനു ഇസ്രായേലിയർ
നറേറ്റീവിൻ്റെ സെൻറ്ററിൽ വരിക എന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്ത് വംശീയമായൊരു അവമതിപ്പ്, ഒരു നിന്ദാ മനോഭാവം ഇസ്മായിലിൻ്റെ സന്തതികളോട്, ആ വഴിയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ സന്തതി പരമ്പരയോട് ബൈബിൾ പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അറേബ്യയും അറേബ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും, ഇസ്ഹാക്കിൻ്റെ സഹോദരൻ്റെ മക്കൾ അവിടെ ഉണ്ടായിട്ട് പോലും അറേബ്യയും അറേബ്യയിൽ നടക്കുന്ന സംഭവങ്ങളും ബൈബിൾ ചരിത്രത്തിൽ ഏറെക്കുറെ ഒബ്സ്ക്യൂർഡാണ്, അത് ആബ്സെൻ്റ് ആണ്. ബൈബിളിൻ്റെ ചരിത്ര ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ദി ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ സാധാരണയായി വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇറാഖ്, സിറിയ, ജോർദാൻ, ഫിലസ്തീൻ, ഈജിപ്ത്, ഇതാണ് അടിസ്ഥാനപരമായി ബൈബിളിൻ്റെ ഒരു ചരിത്രാഖ്യാനത്തിൻ്റെ കേന്ദ്രഭൂമി എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളാണ്. എന്നാൽ അതിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വിശാലമായ ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ഏറെക്കുറെ ബൈബിളിൻ്റെ ചരിത്ര വിവരണത്തിൽ ആബ്സെൻ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വരുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ബൈബിളിൽ തമസ്കരിക്കപ്പെട്ട, ബൈബിൾ ചരിത്രത്തിൽ കാര്യമായി കടന്നു വരാത്ത ഈ പ്രദേശത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടാകുന്നതും ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വരുന്നതും ഒരു ഇസ്ലാമിക സംസ്കൃതി രൂപപ്പെടുന്നതുമെല്ലാം ഈ പ്രദേശത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫെർട്ടൈൽ ക്രസൻറ്റിൽ കേന്ദ്രീകരിച്ച് കടന്നിരുന്ന പ്രവാചക ചരിത്രങ്ങൾ, ആ പ്രവാചക ചരിത്രങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നേരത്തെ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട അടിമയുടെ മക്കൾ എന്ന നിലയിൽ തമസ്കരിക്കപ്പെട്ടൊരു സമൂഹം, ഇത് പറയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറബികളോട് തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യരുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഹാജറിൻ്റെ മക്കളാണ്. അഭിമാനത്തോടു കൂടിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത് ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹാജറിൻ്റെ മക്കളാണ് എന്നത് ഒരു അപമാനത്തിന് പകരം ഒരു അഭിമാനമായി, ഏത് അടിമ എന്ന് പറയുന്നത്, കറുത്തവർ എന്ന് പറയുന്നത്, ആഫ്രിക്കക്കാർ എന്ന് പറയുന്നത് നിന്ദിക്കപ്പെടേണ്ടവരാണ്, അവർ വംശീയമായി അധമത്വമുള്ളവരാണ് എന്ന ധാരണയെ കടന്നാക്രമിച്ചുകൊണ്ട് അവരെ ചരിത്രത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്ര രചന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.